ഏബിൾസ് ഗാർഡൻ ഒരു റിട്ടയർമെൻറ്റ് കമ്മ്യൂണിറ്റിയാണ്. റിട്ടയർമെൻറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ മീനിങ് ഫുള്ളായിട്ട് നമ്മളുടെ ഒരു 56 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സമയം നമ്മൾ എങ്ങനെയും ഒരു മീനിങ് ഫുള്ളായിട്ട് ചിലവാക്കി നമുക്ക് ബാക്കി ജീവിതം ഏറ്റവും സന്തോഷപ്രദമായിട്ട് ജീവിക്കാനുള്ള ഒരു സ്ഥലമാണ്, അതായത് ഒരിടമാണ്, ഒരു കൂട്ടായ്മയാണ് ഏബിൾസ് ഗാർഡൻ. ഏബിൾസ് ഗാർഡൻ ഫസ്റ്റ് ഫേസിൻ്റെ 50% കംപ്ലീറ്റ് ആയി. വരുന്ന ഓഗസ്റ്റ് 27 ടുവേർഡ്സ് ഓണം, അതാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഏബിൾസ് ഗാർഡൻ ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. നോർമലി ഒരാൾ റിട്ടയർ ചെയ്യുമ്പോൾ ഒരു 56 ഇയേഴ്സിലാണ് അയാളുടെ ഹാർഡ് വർക്ക് എല്ലാം കഴിഞ്ഞ് അവരൊരു സ്റ്റേബിൾ പൊസിഷനിലെത്തും. അപ്പോൾ ആ സമയത്ത് അവർക്കൊരു നല്ലൊരു ഇടം, നല്ലൊരു 5 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള നല്ലൊരു റിസോർട്ടിൽ താമസിക്കുന്നത് പോലെ നല്ലൊരു സർവീസൊക്കെ കിട്ടി അവർക്ക് റിട്ടയർ ചെയ്ത് ജീവിക്കാനായിട്ടൊരു സ്ഥലമാണ് ഏബിൾ ഗാർഡനിലായിട്ട് ഞങ്ങൾ വിഭാവനം ചെയ്തത്. നമ്മുടെ ഏബിൾ ഗാർഡനിൽ 30,000 സ്ക്വയർ ഫീറ്റോളം വരുന്ന വലിയൊരു ക്ലബ് ഹൗസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ നമ്മുടെ വില്ലമെൻസിൽ താമസിക്കുന്നവർ അവർക്ക് അവരുടെ ഈ കോമൺ ഫെസിലിറ്റി ആയിട്ടുള്ള ക്ലബ് ഹൗസിൽ അവർക്ക് യോഗ, മെഡിറ്റേഷൻ, ആയുർവേദം, ഹോം തിയേറ്റർ, ലൈബ്രറി, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അവർക്ക് ആ ഫെസിലിറ്റികളെല്ലാം എൻജോയ് ചെയ്തുകൊണ്ട് വളരെ പീസ്ഫുള്ളായിട്ട്, ലക്ഷറി മീൻസ് പീസ്ഫുൾ ലക്ഷറി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ പീസ്ഫുള്ളായിട്ട് റിട്ടയർ ചെയ്യുക, അതാണ് ഉദ്ദേശം. ഇക്കിഗായി എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് ജീവിത കലയാണ്. യങ്സ്റ്റർ തുടങ്ങി റിട്ടയർ ചെയ്യുന്ന ആൾക്കാർ തുടങ്ങി എല്ലാ മനുഷ്യരെയും അവരുടെ ഇക്കിഗായി കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ജാപ്പനീസ് ജീവിത രീതിയിൽ. അപ്പോൾ ഇക്കിഗായി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, അതായത് നമ്മളുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം ചെയ്ത് അത് മീനിങ് ഫുള്ളായിട്ട് ചെയ്ത് അതിലൂടെ ജീവിക്കുക എന്നുള്ളതാണ് ഇക്കിഗായിയുടെ പ്രിൻസിപ്പിൾ. അപ്പം ഇവിടെ നമ്മുടെ ഏബിൾ ഗാർഡനിൽ വരുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ഇവിടെ വരുന്ന ഓരോ ഇൻഡിവിജ്വലിനും അവരുടെ ഈ കമ്മ്യൂണിറ്റി ആയിട്ട് ലിവ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എല്ലാവരുമായിട്ടും ഡിസ്കസ് ചെയ്തൊക്കെ പോകുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു മേ ബി ഗാർഡനിങ് ആകാം, എന്തെങ്കിലും എഴുതുന്നതാകാം, എന്തെങ്കിലും കമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുന്നതാകാം, ചിലപ്പോൾ ചെറിയ പിള്ളേരെ പഠിപ്പിക്കുന്നതാകാം, ഹാൻഡിക്രാഫ്റ്റ് ഉണ്ടാക്കുന്നതാകാം. അങ്ങനെ എന്താണ് നമ്മുടെ ഇക്കിഗായി, അത് നമ്മൾ കണ്ടുപിടിച്ച് അതിന് വേണ്ടുന്ന ഒരു സൗകര്യം കൂടി ഇവിടെ ഒരുക്കുന്നുണ്ട്. വളരെ മീനിങ് ഫുൾ ആയിട്ട് ഈ ആൾക്കാർക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിച്ച് അവർക്ക് റിട്ടയർ ചെയ്ത് ജീവിക്കാനുള്ള ഒരു സൗകര്യം എന്നാണുള്ളതാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. തൊടുപുഴ ചൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ എല്ലാവരുടെയും നേറ്റീവ് പ്ലേസ് തൊടുപുഴയാണ്. തൊടുപുഴയെ തന്നെ റിട്ടയർ ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ഞങ്ങളുടെ കൂട്ടായ്മയിലെല്ലാം ഉയർന്നു വന്ന ഒരു കോമൺ തോട്ട്. അപ്പോൾ പിന്നെ നോക്കുമ്പം തൊടുപുഴ വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. സിനിമ ഷൂട്ടിങ്ങിൻ്റെ എല്ലാം ലൊക്കേഷനാണ്. പ്രത്യേകിച്ചും ഏബിൾ ഗാർഡൻ്റെ മുമ്പിൽ കൂടെ ഒരു റിവർ വരുന്നുണ്ട്. മുഴുവൻ നിറയെ മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. ഹോസ്പിറ്റൽസ് അടുത്തുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും തൊടുപുഴ നല്ലൊരു ലൊക്കേഷനാണെന്ന് തോന്നി, അതുകൊണ്ട് ചൂസ് ചെയ്തു. വെല്ലുവിളികൾ എന്ന് പറയാനായിട്ട് അതിന് മാത്രം വലിയ വെല്ലുവിളികളൊന്നും ഇല്ലായിരുന്നു. നമ്മൾക്ക് ഒരു പ്രോജക്റ്റ് തുടങ്ങണം എന്ന് വിചാരിച്ചു, അതിലേക്ക് വേണ്ടി വർക്ക് ചെയ്തു. നല്ലൊരു ഡിസൈനറിനെ കിട്ടി. അദ്ദേഹത്തിൻ്റെ ഡിസൈൻ വളരെ നല്ലതായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ പർട്ടിക്കുലർലി എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു കൺസ്ട്രക്ഷൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നുണ്ട്. അപ്പം പിന്നെ വലിയൊരു കൺസ്ട്രക്ഷൻ തുടങ്ങാനും അങ്ങനത്തെ കാര്യത്തിനൊന്നും വലിയ ഡിഫിക്കൽറ്റി ഒന്നും തോന്നിയില്ല. അതങ്ങനെ അങ്ങ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. ഏബിൾസ് ഗാർഡൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവിടുത്തെ എല്ലാ പ്രൊമോട്ടേഴ്സും ഇവിടെ തന്നെയാണ് താമസിക്കാൻ പോകുന്നത്. അതായത് അവരുടെ റിട്ടയർമെൻറ്റ് ഇവിടെ തന്നെ ആയിരിക്കും. അതുതന്നെ ഏബിൾസ് ഗാർഡൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്. അതായത് ഈ 12 പേരും പ്രൊമോട്ടേഴ്സായിട്ടുള്ള 12 പേരും ഏബിൾ ഗാർഡനിൽ തന്നെ താമസിച്ചാണ് അവരുടെ ശിഷ്ടകാലം ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഈ പ്രൊമോട്ടേഴ്സിൻ്റെ ഒരു ഗൈഡൻസും അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റും എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മൾ ഒരിക്കലും ഏജ്ഡ് ആണെന്ന് തോന്നാതെ, അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ലിവ് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി
ആൾക്കാരുമായിട്ട് എല്ലാ ദിവസവും 10-20 മനുഷ്യരുമായിട്ട് കൂടിച്ചേരുന്നു, വർത്തമാനം പറയുന്നു, നമ്മളുടെ അവരുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നു, നമ്മളുടെ ഇഷ്ടമുള്ള ഹോബികൾ ചെയ്യുന്നു. ഇങ്ങനെയെല്ലാം ചെയ്തു വരുമ്പം ഇക്കിഗായുടെ ഒരു പ്രിൻസിപ്പിളാണല്ലോ. അപ്പോൾ ഇതെല്ലാം ചെയ്തു വരുമ്പം നമ്മളുടെ ലോഞ്ചിവിറ്റി കൂടും. അതായത് നമ്മൾ അസുഖങ്ങളൊന്നും ഇല്ലാതെ മാക്സിമം, അതായത് ഇവിടെ യോഗയുണ്ട്, പായുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു അധികം അസുഖങ്ങളൊന്നും വരാതെ നമുക്ക് വളരെ ആക്റ്റീവായിട്ട് എല്ലാ ആക്ടിവിറ്റികളിലും ടേക്ക് പാർട്ട് ചെയ്ത്, ജിമ്മായിക്കോട്ടെ, യോഗ ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ വാക്കിങ്ങും എല്ലാവിധ സൗകര്യങ്ങളും, സ്വിമ്മിങ്ങും എല്ലാം, അതിനകത്തെല്ലാം ടേക്ക് പാർട്ട് ചെയ്ത് നമ്മളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഏബിൾ ഗാർഡൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്.